എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോം മെയ്ഡായിട്ട് നമ്മൾ ശർക്കര മൈലാഞ്ചി, അതുപോലെ പഞ്ചസാര, ജീരക മൈലാഞ്ചി, പലതരം മൈലാഞ്ചി ഉണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആട്ടപ്പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ട്. കൈ നഖത്തിനേക്കാളും നമ്മുടെ കൈൻ്റെ ഉള്ളിൽ തൊലിയിൽ ഇട്ടപ്പോഴാണ് നമ്മുടെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ ചോന്നിട്ടുള്ളത്. യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പഞ്ചസാര മൈലാഞ്ചി, ശർക്കര മൈലാഞ്ചിയൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തീയൊന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ കണ്ട അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ വീട്ടിൽ ഇന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് റിസൾട്ട് കാണാം ഫൈനലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് പിന്നെ നമ്മൾ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അങ്കൽവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചട്ടിയുടെ നടുക്കിലൊരു ഓട് കഷ്ണം വെച്ചിട്ട് ചട്ടിയുടെ 4 മൂല ഇങ്ങനെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കിലായിട്ടൊരു ഓട് കഷ്ണം അല്ലെങ്കിൽ കല്ലോ പരന്നെന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒരു ചെറിയ പാത്രം വയ്ക്കുക. എന്നിട്ട് മുകളിലായിട്ട് എയർ ടൈറ്റായിട്ട് ഇതുപോലെ വെള്ളം നിറച്ചിട്ടുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ചാൽ മതി. എൻ്റെ അടുത്തുള്ള ഇരുമ്പ് ചട്ടി ചെറിയതായതുകൊണ്ട് അതിന് മേലിൽ വെക്കാൻ പറ്റില്ല, അതിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല കനത്തിൽ നമ്മൾ ഇടിക്കലുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ശർക്കര സിറപ്പ് ഇതിൽ കണ്ടില്ലേ, ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശർക്കരയല്ല, ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു സിറപ്പ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് കരിഞ്ഞ് ഫ്ലോപ്പായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ഈ സിറപ്പിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സിറപ്പ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ രാത്രിയാണ് കേട്ടോ അത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിയർ കുറവൊക്കെ ഉണ്ട്. കുട്ടികൾ രാത്രി കയ്യിലൊക്കെ ഇട്ട്, ഞാനും കിടക്കാൻ നേരത്തൊക്കെയാണ് കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പകൽ എന്തായാലും നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ അത്താഴത്തിന് എണീറ്റപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കുന്നത്. എന്തായാലും മാഷാഅല്ലാ അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ട് കേട്ടോ. കൈൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈൻ്റെ നഖത്തിനേക്കാളും നമുക്ക് ചുവപ്പ് തന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു മൈലാഞ്ചി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് നല്ല റെഡ് കളറായിട്ട് കണ്ടില്ലേ, നല്ല ചോന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു വീഡിയോ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായിട്ടില്ല. ഇനി ഇത് നമ്മുടെ ഈ ഒരു കൈനകം പിറ്റേ ദിവസത്തിനേക്ക് നമുക്ക് ഇരിക്കും തോറും ഇങ്ങനെ എന്താ പറയുക ഡാർക്ക് കളറായിട്ട് വരും. നന്നായിട്ട് ചുവപ്പ് കൂടി വരിക ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകി എടുത്തപ്പോഴാണ് ഈ ഇത്രയും കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നമുക്ക് ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമാണ് ഇത് എനിക്ക് തോന്നുന്നു. കാരണം ശർക്കര അത് പൊടിച്ച് ഇതാക്കി ഒക്കെ വേണമല്ലോ. ഈ ആട്ടപ്പൊടി ആയതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാനും എളുപ്പമാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ രണ്ട് ചേരുവ മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, പഞ്ചസാര, ഈ ഒരു ആട്ടപ്പൊടി മാത്രം. എന്തായാലും ഈ ഒരു നഖത്തിൻ്റെ കളർ പോകെ വീണ്ടും നന്നായിട്ട് കളറ് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.